കർത്താവിൽ പ്രിയപ്പെട്ടവരെ, ഒത്തിരിയേറെ ആനന്ദത്തോടെയാണ് ഷെക്കേന അമേരിക്കാസിൻ്റെ ന്യൂയോർക്ക് സ്റ്റുഡിയോയിൽ നിന്ന് ഈ തിരുവചനം നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. കർത്താവിൻ്റെ അത്ഭുതകരമായ നടത്തിപ്പിനെ ഓർത്തും നമ്മോടുള്ള അവിടുത്തെ വിശ്വസ്തതയോർത്തും ഞാൻ കർത്താവിനെ മഹത്വപ്പെടുത്തുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, ഈ സ്റ്റുഡിയോയിൽ വന്നു കഴിഞ്ഞപ്പോൾ എത്ര മനോഹരമായിട്ടാണ് കർത്താവ് തൻ്റെ സംവിധാനങ്ങളെയും ശുശ്രൂഷകളെയും ഒരുക്കുന്നത്. ഏറ്റവും മിനിമത്തിൽ നിന്ന് മാക്സിമത്തിലേക്ക് കൊണ്ടുപോകുന്ന കർത്താവിൻ്റെ അനന്തമായ കൃപ ഞാനിവിടെ കാണുകയാണ്. ഇന്ന് പരിശുദ്ധ വചനത്തിലൂടെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന ആലോചന, ഈ നാളുകൾ പ്രാർത്ഥനയുടെ നാളുകളാണ്. ഞങ്ങൾ വിശ്വസിക്കുന്നുവെന്നുള്ള ഈ വചന പരമ്പരയിൽ തിരുവചനത്തിൽ നിന്ന് നമ്മളിന്ന് ശ്രവിക്കുന്നത് ഈ കാലഘട്ടം പ്രാർത്ഥനയുടെ നാളുകളാണ്. സഭയുടെ ആദ്യത്തെ മാർപ്പാപ്പയായ പത്രോസ്ലീഹ തിരുസഭയെ പഠിപ്പിക്കുന്നുണ്ട്. 1 Peter chapter 4 verse 7. 1 പത്രോസ് 4:7 ദൈവത്തിൻ്റെ വചനം പ്രഖ്യാപിക്കുകയാണ്, എല്ലാറ്റിൻ്റെയും അവസാനം സമീപിച്ചിരിക്കുന്നു, ആകയാൽ നിങ്ങൾ സമചിത്തരും പ്രാർത്ഥനയിൽ ജാഗരൂകരുമായിരിക്കുക. 3 കാര്യങ്ങൾ ഈ വചനത്തിലൂടെ ആത്മാവ് ഓർമ്മിപ്പിക്കുകയാണ് നമ്മെ. 1, എല്ലാറ്റിൻ്റെയും അവസാനം സമീപിച്ചിരിക്കുന്നു. നമ്മളായിരിക്കുന്ന ഈ ഒരു കാലഘട്ടം, എൻ്റെ സഹോദരങ്ങളെ, ലോക ചരിത്രത്തിലും സഭാചരിത്രത്തിൽ തന്നെ വളരെ പ്രാധാന്യമുള്ളൊരു കാലഘട്ടമാണ്. നമ്മളിന്ന് ലോകത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന വിശ്വാസ തകർച്ചകൾ, ഉഗ്രമായ മതപീഡനങ്ങൾ, പ്രകൃതിക്ഷോഭങ്ങൾ, യുദ്ധഭീഷണികൾ, യുദ്ധക്കെടുതികൾ, മതതീവ്രവാദങ്ങൾ, വിനാശകരമായ ദൈവനിന്ദകൾ, സ്നേഹരാഹിത്യം, ലോകവ്യാപകമായ അക്രമങ്ങൾ, ഇതൊന്നും അവിചാരിതങ്ങളല്ല. കർത്താവിൻ്റെ വചനം നമ്മൾ അറിയിക്കുകയാണ്, ഇതെല്ലാം കാലത്തിൻ്റെ അടയാളങ്ങളാണ്. നമ്മുടെ കർത്താവായ യേശുവിൻ്റെ പ്രത്യാഗമനത്തെ വിളിച്ചറിയിക്കുന്ന കാലത്തിൻ്റെ സൂചനകളാണ് നമ്മൾ ലോകത്തിൽ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. പരിശുദ്ധ വചനത്തിൽ ആത്മാവ് നമ്മോട് പറയാണ്, ഇത് തിരിച്ചറിഞ്ഞ ദൈവജനം സമചിത്തതയോടെ ജീവിക്കേണ്ട സമയമാണിത്. നമ്മുടെ ഇച്ഛകളെ, നമ്മുടെ വികാരങ്ങളെ, നമ്മുടെ ആഗ്രഹങ്ങളെ, നമ്മുടെ ഇഷ്ടങ്ങളെ പരിശുദ്ധാത്മാവിൽ നിയന്ത്രിച്ചുകൊണ്ട് ദൈവകൃപയിൽ ജീവിക്കേണ്ട സമയം. വീണ്ടും തിരുവചനം ഓർമ്മിപ്പിക്കുന്നു, നിങ്ങൾ പ്രാർത്ഥനയിൽ ജാഗരൂകരായിരിക്കുക. വാച്ച് ആൻഡ് പ്രേ. ഈ കാലഘട്ടത്തിലെ ദൈവജനത്തോട് പരിശുദ്ധാത്മാവിന് നൽകാനുള്ള മെസ്സേജ് എന്താണ്? നിങ്ങൾ പ്രാർത്ഥനയിൽ ജാഗ്രതയുള്ളവരായിരിക്കണം. ഇത് തമാശ പറഞ്ഞ് നേരം കളയേണ്ട സമയമല്ല ഇത്. ഈ ലോകത്തിന് നൈമിഷികമായ കാര്യങ്ങൾക്ക് വേണ്ടി നമുക്കിനി സമയം കളയാനില്ല. ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി, ദൈവവചനത്തിൻ്റെ മുന്നേറ്റത്തിനായി, കുടുംബങ്ങളെ വിശുദ്ധീകരിക്കുവാനായി അനേക യുവജനങ്ങളെയും ടീനേജേഴ്സിനെയും പരിശുദ്ധ വചനത്തിലൂടെ നവീകരിച്ച് അവരെ പരിശുദ്ധാത്മാവിൻ്റെ തീനാവുകളാക്കി മാറ്റുവാൻ, സഹോദരങ്ങളെ, ഞാൻ നിങ്ങളും കണ്ണുനീരോടെ പ്രാർത്ഥിക്കേണ്ട നാളുകളാണിത്. ഈ വചനം നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നിങ്ങൾ പ്രാർത്ഥനയിൽ ജാഗരൂകരായിരിക്കുക. നമ്മൾ എന്തിനാണ് പ്രാർത്ഥിക്കേണ്ടത്? ഈ വചന ശുശ്രൂഷയുടെ പേര് തന്നെ ഞങ്ങൾ വിശ്വസിക്കുന്നു. എല്ലാവരും ഒന്ന് ഉച്ചത്തിൽ പറഞ്ഞ്, ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇത് അവിചാരിതമായി ലഭിച്ചൊരു പേരല്ല, ഇത് കർത്താവിൻ്റെ പദ്ധതിയാണ്, കർത്താവിൻ്റെ ആഗ്രഹമാണ്. ഈ ശുശ്രൂഷയ്ക്ക് ഇപ്രകാരം ഒരു ടൈറ്റിൽ വരുവാനുള്ള കാരണം, ഇന്ന് സഭ നേരിടുന്ന വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് നമ്മുടെ കുടുംബങ്ങളാകട്ടെ, നമ്മുടെ തലമുറകളാകട്ടെ, വിശ്വാസത്യാഗമാണ്, അപ്പോസ്റ്റസിയാണ്, വിശ്വാസ തകർച്ചയാണ്. ഇന്ന് ലോകത്തിൽ നമ്മൾ കാണുന്ന എല്ലാവിധ ആത്മീയവും ധാർമ്മികവുമായ അധപതനങ്ങളുടെ അടിസ്ഥാന കാരണം
വിശ്വാസമില്ലായ്മയാണ്. നോ ഫെയ്ത്ത്, വിശ്വാസമില്ല, വിശ്വാസ തകർച്ച, വിശ്വാസരാഹിത്യം. വിശ്വാസം എവിടെ തകരുന്നുവോ അവിടെ കുടുംബങ്ങൾ തകരുന്നു. വിശ്വാസം എവിടെ നശിക്കുന്നുവോ അവിടെ എല്ലാവിധ ദുഷിപ്പുകളും മ്ലേച്ഛതകളും അക്രമങ്ങളും തിന്മകളും വർദ്ധിച്ച് വർദ്ധിച്ച് പെരുകി 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 വരികയാണ്. നമ്മൾ ഇന്നതാ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കർത്താവ് പറഞ്ഞു, വിശുദ്ധ സുവിശേഷം 24-ാം അധ്യായം 10-ാം വചനത്തിൽ, കാലം അതിന് അന്ത്യത്തിലേക്ക് ചെല്ലുമ്പോൾ അനേകർ വിശ്വാസം ഉപേക്ഷിക്കും. ആ വചനം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ എൻ്റെ പ്രിയപ്പെട്ടവരെ. ഈ വചനം നിങ്ങൾ കൃപയോടെ ഒന്ന് കേട്ടെ. അനേകർ വിശ്വാസം ഉപേക്ഷിക്കും. ഇത് നമ്മുടെ കർത്താവിൻ്റെ വാക്കുകളാണ്. അനേകർ വിശ്വാസം ഉപേക്ഷിക്കും. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സഭയിലുള്ള വിശ്വാസം അനേകർക്ക് നഷ്ടപ്പെട്ടു പോകുന്നു. ഇതാണോ സഭ? ഇതെന്തോന്ന് സഭയാ? ഇവിടെ കർത്താവുണ്ടോ? പരിശുദ്ധാത്മ പ്രവർത്തിക്കുന്നുണ്ടോ? അനേകർ സംശയിക്കുന്നു. അനേകരുടെ വിശ്വാസം തകരുന്നു. ലോകത്തിന് നൈമിഷികമായ സുഖങ്ങൾക്ക് വേണ്ടി, താൽക്കാലികമായ നേട്ടങ്ങൾക്ക് വേണ്ടി, ചിലപ്പോൾ പ്രണയിച്ച പെണ്ണിനെ കിട്ടാനാകാം, പ്രണയിച്ച പുരുഷനെ കിട്ടാനായിരിക്കാം, ഈ ലോകത്തിൻ്റെ നശ്വരമായ ഭോഗേച്ഛകൾക്കായിരിക്കാം വിശ്വാസം നഷ്ടപ്പെടുത്തി, വിശ്വാസം ഇല്ലാതാക്കി, മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ വിശ്വാസത്തെ കോംപ്രമൈസ് ചെയ്ത് ജീവിക്കുന്ന 10,000-കണക്കിന് ദൈവമക്കള് ഈ കാലഘട്ടത്തിലുണ്ട്. ഞാൻ വിശ്വസിക്കുന്നു ഈ വചനം മറ്റേത് നാളുകളേക്കാളുപരി ഈ കാലഘട്ടത്തിനുള്ള പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രൊഫറ്റിക് വേർഡാണ്. അനേകർ വിശ്വാസം ഉപേക്ഷിക്കും. സഹോദരങ്ങളെ, നമ്മൾ കാണുകയാണ് ഈ വിശ്വാസ തകർച്ചയുടെ നാളുകളിൽ നമ്മുടെ കുടുംബങ്ങളിൽ സത്യവിശ്വാസം വീണ്ടും ജ്വലിക്കുവാൻ, നമ്മുടെ കുഞ്ഞുങ്ങളും യുവജനങ്ങളും വിശ്വാസത്തിൽ വളരുവാനും വിശ്വാസം ജീവിക്കുവാനും നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഉപദേശം കൊണ്ടൊന്നും നമ്മുടെ തലമുറയെ വീണ്ടെടുക്കാൻ ഇനി നമുക്ക് സാധിക്കില്ല. അത്രമാത്രം അധവദിച്ചു പോയി സഹോദരങ്ങളെ. ഇവിടെ വലിയൊരു ആത്മീയ വീണ്ടെടുപ്പ് സംഭവിക്കണമെങ്കിൽ നമ്മൾ കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം. നമ്മൾ കർത്താവിൻ്റെ മനസ്സ് തിരിച്ചറിഞ്ഞ് വിശ്വാസം വളരുവാനും, വിശ്വാസ തകർച്ച സംഭവിച്ചിരിക്കുന്ന കുടുംബങ്ങളിൽ, ജീവിതങ്ങളിൽ, കൂട്ടായ്മകളിൽ, ദേശങ്ങളിൽ, രാജ്യങ്ങളിൽ സത്യവിശ്വാസത്തിൻ്റെ തീ പടരുവാൻ എൻ്റെ സഹോദരി സഹോദരങ്ങളെ, കണ്ണുനീരോട് നമ്മൾ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കണം. ഈ ഒരു കമ്മിറ്റ്മെന്റ് നമുക്കുണ്ടാകണം. എത്ര പേർക്ക് ഇത് മനസ്സിലാകുന്നുണ്ട്? പ്രാർത്ഥിക്കാൻ എൻ്റെ സഹോദര സഹോദരി, നിനക്കൊരു സമർപ്പണമുണ്ടോ? പ്രാർത്ഥനയെക്കുറിച്ച് നമ്മൾ ധാരാളം വചന ക്ലാസ്സുകൾ കേൾക്കുന്നുണ്ട്. നല്ല കാര്യം. പല പുസ്തകങ്ങൾ വായിക്കുന്നു, പല സെമിനാറുകളിൽ പങ്കെടുക്കുന്നു, പലരിൽ നിന്നും നമ്മൾ പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കണം എന്നുള്ള വാക്കുകൾ കേൾക്കുന്നു. എന്നാൽ ഞാനും നിങ്ങളും വേണ്ട വിധം പ്രാർത്ഥിക്കുന്നുണ്ടോ? പ്രാർത്ഥിക്കുവാൻ നമ്മൾ എന്തുമാത്രം ദൈവസന്നിധിയിൽ സമയം ചെലവഴിക്കുന്നുണ്ട്? ജീവിതത്തിൻ്റെ വ്യഗ്രതകൾ മൂലം ഒരു 15 മിനിറ്റെങ്കിലും 24 മണിക്കൂർ ഒരു ദിവസത്തിലുണ്ട്. പ്രാർത്ഥിക്കാൻ അനേകർക്ക് കഴിയുന്നില്ല. സഹോദരങ്ങളെ, ഇതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മുടെ കുടുംബങ്ങളും സമൂഹങ്ങളും നമ്മുടെ കുഞ്ഞുങ്ങളും തലമുറകളിലെല്ലാം കൊടിയ വിധത്തിൽ വിശ്വാസ തകർച്ച സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സത്യവിശ്വാസത്തിൽ ഈ തലമുറയെ വീണ്ടെടുക്കുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ? നമ്മുടെ ചങ്കിൽ ഈ ഒരു വേദന വരുന്നുണ്ട്. കർത്താവേ, ഇവിടെ വിശ്വാസമില്ലാതെ ജീവിക്കുന്ന അനേക മക്കള്. ഞാൻ അമേരിക്കയിൽ, ന്യൂയോർക്കിൽ നിന്നാണ് ഈ വചനം നിങ്ങളുമായി പങ്കുവെക്കുന്നത്. ഈ ഒരു പ്രതിസന്ധി ന്യൂയോർക്കിലോ അല്ലെങ്കിൽ അമേരിക്കയിലോ മാത്രമുള്ളതല്ല. ലോകത്തിൻ്റെ ഏത് ദേശത്തും ഏത് രാജ്യത്തും ഒരുപോലെ ഇന്ന് പ്രകടമായി കാണുന്ന വലിയ തകർച്ചയാണ് വിശ്വാസ തകർച്ച. കുടുംബങ്ങൾ താറുമാറാകുന്നു, ശിഥിലീകരിക്കപ്പെടുന്നു, ബന്ധങ്ങൾ നശിക്കുന്നു, വിവാഹേതര ബന്ധങ്ങൾ വർദ്ധിക്കുന്നു, പരസ്പരമുള്ള വിശ്വസ്തത നഷ്ടപ്പെടുന്നു, സ്നേഹം തണുത്തു പോകുന്നു, കലഹങ്ങൾ വർദ്ധിക്കുന്നു, ഡിസ്യൂണിറ്റി ഉണ്ടാകുന്നു, ഡിവിഷൻ ഉണ്ടാകുന്നു. എന്താ ഈ ഇതുപോലെയുള്ള ഈ തകർച്ചകൾ ഇങ്ങനെ അടിക്കടിക്ക് വന്നുകൊണ്ടിരിക്കുന്നത്? വിശ്വാസം പോയി. നോ ഫെയ്ത്ത്. വിശ്വാസം ഇല്ലാത്തത് കൊണ്ട് കൃപയില്ല, അഭിഷേകമില്ല. സഹോദരങ്ങളെ,
ഈ ആത്മീയ അപജയത്തിൽ നിന്ന് ഈ കാലഘട്ടത്തെ വീണ്ടെടുക്കുവാനുള്ള ആത്മീയ ടൂളാണ് പരിശുദ്ധാത്മ പറഞ്ഞത്. വാച്ച് ആൻഡ് പ്രേ. നിങ്ങൾ പ്രാർത്ഥനയിൽ ജാഗ്രതയുള്ളവരായിരിക്കണം. നാം തിരുവചനത്തിലോട്ട് വരിക. പ്രാർത്ഥനയിലൂടെ വിശ്വാസത്തെ വീണ്ടെടുക്കാൻ പറ്റുമോ? എന്താ സഹോദരൻ നമ്മുടെ അഭിപ്രായം? സഹോദരി, പ്രാർത്ഥനയിലൂടെ വിശ്വാസത്തെ വീണ്ടെടുക്കാൻ പറ്റുമോ? ദൈവത്തിന്റെ വചനത്തിന് തെറ്റുപറ്റുകയിൽ കണ്ണും പൂട്ടി നീ വചനം വിശ്വസിച്ചോ? കർത്താവ് പറഞ്ഞു, ആകാശം ഭൂമിയും മാറിയാലും എൻ്റെ വചനങ്ങൾ മാറിപ്പോവുകയില്ല. എത്ര പേര് ഇത് വിശ്വസിക്കുന്നുണ്ട്? കർത്താവിൻ്റെ വചനത്തിൽ വിശ്വസിക്കുവാൻ, കർത്താവിൻ്റെ വാഗ്ദാനങ്ങളിൽ ചങ്കുറപ്പിക്കാൻ എനിക്കും നിനക്കും ഒരു ആശ്രയബോധമുണ്ടെങ്കിൽ, തീരുമാനമുണ്ടെങ്കിൽ, സഹോദരങ്ങളെ, അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ പരിശുദ്ധാത്മ തയ്യാറാണ്. വിശ്വസിക്കുന്നവർ ഉച്ചത്തിൽ ആമേൻ പറഞ്ഞേ. ആമേ. ഞങ്ങൾ വിശ്വസിക്കുന്നു, വിശ്വസിക്കുന്നു, വിശ്വസിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. പൗലോസ്ലീഹ തെസ്സലോനിക്ക സഭയ്ക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 3-ാം അധ്യായം 10-ാം വചനത്തിൽ പറയാം, നിങ്ങളെ മുഖാഭിമുഖം കാണുവാൻ ഞാൻ പല പ്രാവശ്യം ആഗ്രഹിച്ചു. നിങ്ങളുടെ വിശ്വാസത്തിന്റെ കുറവ് നികത്തുന്നതിന് വേണ്ടി ഞങ്ങൾ രാപ്പകൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നെ ഒരുപാട് സ്വാധീനിച്ചൊരു വചനമാണ്. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, വചനം ശ്രദ്ധിക്കണം. എൻ്റെ മാതാപിതാക്കളെ, ഈ തിരുവചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ ദൈവ പൈതലും ഈ വചനത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കണം. വിശ്വാസത്തിൻ്റെ കുറവ് നികത്തുന്നതിന് വേണ്ടി രാപ്പകൽ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണെന്ന്. ഇതാരെ സാക്ഷ്യപ്പെടുത്തുന്നത്? പൗലോസ്ലീഹ. ഈ വചനത്തിൽ നിന്ന് ഉറപ്പെന്താണ്? നമ്മൾ കണ്ണുനീരോടെ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ വിശ്വാസ തകർച്ചകൾ മാറിപ്പോകും, അവിശ്വാസത്തിന്റെ കെട്ടുകൾ പൊട്ടും, സംശയത്തിന്റെ പീഡകൾ വിട്ടൊഴിയും. മനുഷ്യ ഹൃദയങ്ങളിൽ, മനുഷ്യാത്മാക്കളിൽ സത്യവിശ്വാസത്തിന്റെ തീ പടരും. നമ്മുടെ കുടുംബങ്ങൾ വിശ്വാസത്തിന്റെ കുടുംബങ്ങളാകും. നമ്മുടെ തലമുറകൾ സത്യവിശ്വാസത്തിന് അടിത്തറയിൽ വളരാൻ തുടങ്ങും. നമ്മുടെ യുവജനങ്ങൾ വിശ്വാസത്തിന്റെ തീനാവുകളായി ജ്വലിക്കും. സഹോദരങ്ങളെ, ഈ ഒരു ട്രാൻസ്ഫർമേഷൻ എപ്പോഴാണ് സംഭവിക്കുന്നത്? നമ്മൾ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുമ്പോൾ, കർത്താവിൻ്റെ മനസ്സറിഞ്ഞ്. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, നമുക്ക് ഇത്രമാത്രം വേദനയുണ്ടെങ്കിൽ കർത്താവിന് എന്തുമാത്രം വേദനയുണ്ടാകും. നശിക്കുന്ന ആത്മാക്കളെക്കുറിച്ച്, തകരുന്ന കുടുംബങ്ങളെക്കുറിച്ച്, വിശ്വാസമില്ലാതെ എത്തീസ്റ്റുകളായി, ഫ്രീ തിങ്കേഴ്സായി, സെക്യുലർ മൈൻഡിൽ ജീവിക്കുന്ന എത്രയോ ജീവിതങ്ങളെ കണ്ട് കർത്താവ് ചങ്കുപൊട്ടി വേദനിക്കുന്നുണ്ട്. ലാസർ മരിച്ചപ്പോൾ കരഞ്ഞ അതേ കർത്താവ് ഇന്ന് കരയാണ് ഈ തലമുറയെ നോക്കി. സഹോദരങ്ങളെ, കർത്താവിൻ്റെ കണ്ണുനീര് നമ്മുടെ കണ്ണുനീരായി മാറ്റി, കണ്ണുനീരായി നമുക്ക് ഏറ്റെടുക്കാൻ പറ്റുമോ? കർത്താവിൻ്റെ വേദന തിരിച്ചറിഞ്ഞ് തലമുറയ്ക്ക് വേണ്ടി കരങ്ങൾ വിരിക്കാൻ പറ്റുമോ? ത്യാഗമെടുക്കാൻ പറ്റുമോ? മുട്ടുമടക്കാൻ കഴിയുമോ? അവിടെ അത്ഭുതങ്ങൾ സംഭവിക്കും. ഈ തലമുറയെ വീണ്ടെടുക്കാനുള്ള വഴി പ്രാർത്ഥനയും പരിത്യാഗവും മാത്രമാണ്. അപ്പോൾ എത്രമാത്രം വിശ്വാസ തകർച്ചയുള്ള വ്യക്തിയാകട്ടെ, കുടുംബമാകട്ടെ, സമൂഹമാകട്ടെ, പ്രാർത്ഥിക്കാൻ നമുക്കൊരു കമ്മിറ്റ്മെൻ്റ് ഉണ്ടെങ്കിൽ, നമ്മൾ വാഗൊണ്ടിങ്ങനെ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ പോരാ. വില കൊടുക്കണം നമ്മളതിന്. നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തണം. എന്തുമാത്രം തിരക്കുകളുണ്ടെങ്കിലും, ജീവിതത്തിന് വ്യഗ്രതകളുണ്ടെങ്കിലും, സഹോദരങ്ങളെ, പ്രാർത്ഥനയ്ക്ക് നിങ്ങൾ ഏറ്റവും പ്രധാന മുൻഗണന കൊടുക്കണം. ഫസ്റ്റ് പ്രയോറിറ്റി കർത്താവിനെ കാണുവാൻ, കർത്താവിനെ കേൾക്കുവാൻ, കർത്താവിൻ്റെ പ്രസൻസ് അനുഭവിക്കുവാൻ, കർത്താവുമായിട്ടുള്ള വിട്ടുപിരിയാത്ത ഒരു ആത്മബന്ധത്തിൽ ആഴപ്പെടുവാൻ. അവിടെയാണ് നിന്റെ വിശ്വാസം ഉജ്ജ്വലിക്കപ്പെടുന്നത്. അതിനായി നമ്മൾ ഒരു കമ്മിറ്റ്മെൻറ്റിലേക്ക് വരണം. ഞാൻ ചിന്തിക്കുകയാണ്, ഈ വചന ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരു വീട്, അവരുടെ വീടിൻ്റെ താഴെയുള്ളൊരു ഭാഗം ഒരു ചെറിയ സ്റ്റുഡിയോ ഫ്ലോറായിട്ട് അവർ വിട്ടുതരികയാണ്. അത് മറ്റൊന്നിനല്ല, കർത്താവിൻ്റെ വചനം ജനങ്ങൾ കേൾക്കണം, ആത്മാക്കൾ രക്ഷപ്പെടണം, കുടുംബങ്ങൾ വിശുദ്ധീകരിക്കപ്പെടണം, വിശ്വാസം വളരണം.
ഈ ക്യാമറ കൈകാര്യം ചെയ്യുന്നവർ മീഡിയയുടെ ABCD പഠിക്കാത്തവരാ. എനിക്കവരെ പേഴ്സണലി അറിയാം. അത് ദൈവത്തിൻ്റെ കൃപ കൊണ്ട് ചെയ്യാണ് അവരൊക്കെ. ഇറ്റ്സ് എ ഗ്രേസ് അനോയിന്റിങ്. പൗലോസ് പറഞ്ഞില്ലേ, ഞാനല്ല അധ്വാനിക്കുന്നത്, എന്നിലുള്ള ദൈവകൃപയാണ് അധ്വാനിക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ കൃപയാണ് അവരെ മോട്ടിവേറ്റ് ചെയ്യുന്നത്. ഈ ഒരു മിനിസ്ട്രി ചെയ്യുവാൻ, ഈ ഒരു മിഷൻ ചെയ്യുവാൻ കൃപയാണ് പ്രാപ്തമാക്കുന്നത്. ഇതിന് പുറകിൽ പ്രാർത്ഥനയുണ്ട്, ഇതിന് പുറകിൽ കഷ്ടപ്പാടുണ്ട്, ഇതിന് പുറകിൽ ത്യാഗമുണ്ട്. സഹോദരങ്ങളെ, പ്രാർത്ഥിക്കാൻ നിനക്കൊരു കമ്മിറ്റ്മെന്റ് എടുക്കാൻ പറ്റുമോ? കർത്താവേ, ഐ ആം റെഡി ലോർഡ്. ഈ തലമുറയെ വിശ്വാസത്തിൽ വീണ്ടെടുക്കുവാൻ, നശിക്കുന്ന ആത്മാക്കളെ വിശ്വാസത്തിൽ ഉണർത്തുവാൻ കർത്താവേ, അവിടുത്തെ പദ്ധതി മനസ്സിലാക്കി ഞാൻ പ്രാർത്ഥിക്കാൻ റെഡിയാ കർത്താവേ. അതിനുവേണ്ടി കണ്ണുനീരൊഴുക്കുവാൻ, ത്യാഗമെടുക്കുവാൻ, പരിഹാരം ചെയ്യാൻ. പ്രിയ ദൈവത്തിൻ്റെ പൈതലെ, ആർ യു റെഡി? നീ തയ്യാറാണോ? കർത്താവിന് അറിയേണ്ടത് നമ്മുടെ കമ്മിറ്റ്മെൻ്റാണ്. കർത്താവിന് അറിയേണ്ടത് നമ്മുടെ തീരുമാനമാണ്. പൗലോസ് പറഞ്ഞു, വിശ്വാസത്തിൻ്റെ കുറവ് നികത്താൻ. അപ്പോൾ ഒരു സത്യം നമ്മൾ മനസ്സിലാക്കിക്കോ, പ്രാർത്ഥനകൾ അങ്ങ് ഉയരുമ്പോഴുണ്ടല്ലോ, അവിശ്വാസത്തിൻ്റെ കെട്ടുകൾ പൊട്ടും, അവിശ്വാസത്തിൻ്റെ കോട്ടകൾ തകരും, വിശ്വാസരാഹിത്യത്തിൻ്റെ, വിശ്വാസത്യാഗത്തിൻ്റെ പൈശാചിക പിടികൾ ചിന്നിച്ചെതറും. പരിശുദ്ധാത്മ ശക്തനാണ്, അവൻ ഓൾമൈറ്റിയാണ്, ഓൾ സഫിഷ്യൻ്റ് ആണ്, സർവശക്തനായ ദൈവമാണ് പരിശുദ്ധാത്മാവ്. വീണ്ടും നമ്മൾ ലൂക്കായുടെ സുവിശേഷത്തിലേക്ക് വരണം, നമ്മുടെ കർത്താവിൻ്റെ ജീവിതത്തിലോട്ട് വരണം. അവിടെ 22-ാം അധ്യായത്തിലെ 31-32 വചനങ്ങളിലോട്ട് വരുമ്പോൾ കർത്താവ് ശിമയോൻ പത്രോസിനെ നോക്കി പറയാ, ശിമയോൻ, ശിമയോൻ, സാത്താൻ നിന്നെ ഗോതമ്പ് പാറ്റുന്നത് പോലെ നിന്നെ പാറ്റാൻ നോക്കി, എന്നാൽ നിന്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ആമേൻ. ഇത് കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വാക്കുകളാണ്. എൻ്റെ സഹോദരങ്ങൾ മനസ്സിലാക്കണം, വളരെ ആഴമേറിയ തിരുവചനമാണിത്. ഹോളി സ്പിരിറ്റ് ഈ വചനത്തിൻ്റെ മർമ്മം നമുക്ക് കാണിച്ചു തരും. കർത്താവ് എന്താ പത്രോസിനോട് പറഞ്ഞേ? നിന്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ, നീ വിശ്വാസത്തിൽ വീണു പോകാതിരിക്കാൻ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, ഞാൻ നിന്നെ പ്രാർത്ഥിച്ച് ബലപ്പെടുത്തി. പ്രിയ മാതാപിതാക്കളെ, നമ്മുടെ മക്കളുടെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ, അവർ ഈ പാപം നിറഞ്ഞ, ദുഷിപ്പ് നിറഞ്ഞ, ദൈവത്തെ ആവശ്യമില്ലാത്ത ഒരു തലമുറയിൽ ജീവിക്കുമ്പോൾ കണ്ണുനീരോടെ നമ്മുടെ മക്കൾക്ക് വേണ്ടി ദൈവത്തിന് മുൻപിൽ കരങ്ങൾ വിരിച്ച്, കർത്താവേ, എൻ്റെ മക്കളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ, വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ കണ്ണുനീരോടെ മക്കൾക്ക് വേണ്ടി നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന എത്ര മാതാപിതാക്കളുണ്ട്, എത്ര മാതാപിതാക്കൾ നമ്മുടെ കുടുംബങ്ങളിലുണ്ട്. ഞാൻ ഉറപ്പ് പറയുന്നു, അവരുടെ തലമുറ നശിച്ചു പോവുകയില്ല, അവരുടെ തലമുറ തകർന്നു പോവില്ല, ആത്മനാശം സംഭവിക്കില്ല. ഇത് കർത്താവിൻ്റെ പ്രോമിസാ. പ്രൈസ് ദി ലോർഡ്. അവൻ വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ ദൈവമാണ്. സംശയിക്കരുത്. നീ അപ്രകാരം പ്രാർത്ഥിക്കുന്നൊരു അപ്പനാണോ അമ്മയാണോ നീ? നിന്റെ മക്കൾ നശിച്ചു പോകാൻ കർത്താവ് അനുവദിക്കില്ല. അവർ ചിലപ്പോൾ ഇപ്പോൾ കർത്താവിന് വഴിയിലല്ലെങ്കിലും ഒരു നാൾ കർത്താവിൻ്റെ കരം അവരുടെ മേൽ നിബന്ധിക്കും. തൻ്റെ വചനത്തിലേക്ക് അവരെ കൊണ്ടുവരും കർത്താവ്. തൻ്റെ കൃപയിൽ അവരെ പരിപാലിക്കും. നിന്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ ഒരു ഭാര്യ തൻ്റെ ഭർത്താവിന് വേണ്ടി, ഒരു ഭർത്താവ് തൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി വിശ്വാസം ക്ഷയിച്ചു പോകാതെ ശ്വാസത്തിൽ വളരാൻ കണ്ണീരോടെ പ്രാർത്ഥിക്കണം, കണ്ണീരോടെ പ്രാർത്ഥിക്കണം. തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. സഭ സത്യവിശ്വാസം പ്രഘോഷിക്കാനായിട്ട് കർത്താവിൻ്റെ നിർമ്മലമായ വചനത്തിൽ നിന്ന് നമ്മൾ വഴിമാറി പോകരുത്. ഇന്ന് ഒരുപാട് പ്രബോധനങ്ങളുണ്ട്. എല്ലാ പ്രബോധന പുറകെ ഓടരുതേ, എല്ലാ പ്രബോധന പുറകെ ഓടരുത്. ഇന്ന് ഒത്തിരി തെറ്റായ വ്യാജ പ്രബോധനങ്ങൾ ഒത്തിരിയേറെ പ്രഘോഷിക്കപ്പെടുന്ന കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. കർത്താവിൻ്റെ സത്യവചനത്തോടും സത്യവിശ്വാസത്തോടും ചേരാത്ത ഒരു പ്രബോധനത്തെ നമ്മൾ സ്വീകരിക്കരുത്. അത് നമ്മളെ നശിപ്പിക്കും. മയക്കമരുന്നിനേക്കാളും മറ്റേത് ലഹരിയേക്കാളും അപകടമാണ് ഫോൾസ് ഡോക്ട്രീൻസ്, തെറ്റായ പ്രബോധനം. സഹോദരങ്ങളെ, ഈ സത്യം മനസ്സിലാക്കണം. വിശ്വാസം വർദ്ധിക്കാൻ നമ്മൾ പ്രാർത്ഥിക്കണം.
രണ്ടാമത് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് എന്തിനു വേണ്ടി സഹോദരങ്ങളെ? നമ്മുടെ സഭയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് ഒരുപാട് തകർച്ചയിലാണ്. ഒരുപാട് കുടുംബങ്ങളെ പിശാച് നശിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. വെളിപാട് പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്, 12-ാം അധ്യായം 11-ാം വചനത്തിൽ, ചുരുങ്ങിയ സമയമേ അവശേഷിക്കുന്നുള്ളൂ എന്നറിഞ്ഞ് അരിശം കൊണ്ട് പിശാച് നിങ്ങളുടെ അരികിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ആരുടെ അടുത്തേക്ക്? ദൈവജനത്തിൻ്റെ അരികിലേക്ക്. കുടുംബങ്ങളെ നശിപ്പിക്കാൻ, ദമ്പതിമാരെ തമ്മിൽ കലഹിപ്പിക്കാൻ, തെറ്റിദ്ധാരണ കൊടുക്കുക, സംശയം കൊടുക്കുക, അവരെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിപിടി കൂടിപ്പിക്കുക, കലഹം ഉണ്ടാക്കുക, ഭിന്നത വിതയ്ക്കുക, സംശയം വിതയ്ക്കുക. നമ്മളിന്ന് ചിന്തിച്ചു നോക്കി, എത്ര കുടുംബങ്ങൾ ഇന്ന് തകരുന്നത്. ഒരു സോറി പറഞ്ഞ തീരുന്ന വിഷയമാണ്, സുപ്രീം കോർട്ട് വരെ പോണേ. എന്താ കാര്യം? ചെറുതാകാൻ പറ്റുന്നില്ല, എളിമപ്പെടാൻ പറ്റുന്നില്ല. അനാവശ്യമായി ഈഗോ. ആരാ വലുത്? നീയാ വലുത്? ഞാനാ വലുത്? നിന്റെ അപ്പൻ എൻ്റെ അപ്പൻ, നിന്റെ അമ്മ എൻ്റെ അമ്മ, നിന്റെ വീട് എൻ്റെ വീട്, നിന്റെ മക്കൾ എൻ്റെ മക്കള്, നിന്റെ ജോലി എൻ്റെ ജോലി, നിന്റെ സാലറി എൻ്റെ സാലറി. ഇത് പറഞ്ഞിട്ട് അടി. ആര് തമ്മിൽ? ഭാര്യയും ഭർത്താവും. അവിടെ എവിടെയാ കൃപയുള്ളത്? ആ കുടുംബത്തിൽ എങ്ങനെയാ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഉണ്ടാവുക സഹോദരങ്ങളെ? തകർച്ചയില്ല നമ്മുടെ കുടുംബങ്ങൾ. വളരെ കുറച്ചു ഭവനങ്ങൾ മാത്രമേ കർത്താവിൻ്റെ വചനത്തിൽ ജീവിക്കുന്നുള്ളൂ. സത്യവിശ്വാസം മുറുകെ പിടിച്ച് ആത്മരക്ഷയും ആത്മാക്കളുടെ രക്ഷയും തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകുന്നുള്ളൂ. എൻ്റെ സഹോദരങ്ങളെ, ചങ്കുപൊട്ടി നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നമ്മുടെ കുടുംബങ്ങൾ രക്ഷപ്പെടണം. പിശാചിൻ്റെ പിടിയിൽ നിന്ന്, സാത്താൻ്റെ ആധിപത്യത്തിൽ നിന്ന്, ഇരുട്ടിൻ്റെ ശക്തികളിൽ നിന്ന് നമ്മുടെ കുടുംബങ്ങൾ വീണ്ടെടുക്കപ്പെടുവാൻ കണ്ണുനീരോടെ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കാൻ. പ്രിയ സഹോദര സഹോദരി, നിനക്ക് സമർപ്പണമുണ്ടോ? അത്ഭുതങ്ങൾ കുടുംബങ്ങളിൽ പരിശുദ്ധാത്മ പ്രവർത്തിക്കും. കുടുംബങ്ങൾ ശുദ്ധീകരിക്കപ്പെടും. കുടുംബങ്ങളിലുള്ള പൈശാചിക അടിസ്ഥാനങ്ങൾ തകർക്കപ്പെടും. കർത്താവിൻ്റെ തിരിച്ചോര നമ്മുടെ കുടുംബങ്ങളിലേക്ക് ഒഴുകപ്പെടും. ദൈവവചനത്തിൻ്റെ അത്ഭുത ശക്തി നമ്മുടെ കുടുംബങ്ങളിലേക്ക് പ്രവഹിക്കും. അവിടെ മാറ്റങ്ങളുണ്ടാകും, ശുദ്ധീകരണമുണ്ടാകും, ഡെലിവറൻസ് ഉണ്ടാകും, കൃപയുണ്ടാകും, അഭിഷേകമുണ്ടാകും, അനുഗ്രഹമുണ്ടാകും. കർത്താവേ, സ്തുതിക്കുന്നു. കുടുംബങ്ങളെ ഓർത്ത് സ്തുതിക്കുന്നു. കൃപ ചൊരിയണമേ. ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് കൃപ ചൊരിയണമേ. പൈശാചിക പിടികൾ പൊട്ടിപ്പോകട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിന്റെ നാമത്തിൽ. ആമേൻ. ഇത് കർത്താവിന്റെ മനസ്സോ സഹോദരങ്ങളെ. തീരുമാനങ്ങൾ എടുക്കുക. ഒന്ന്, വിശ്വാസം വർദ്ധിക്കുവാനും സത്യവിശ്വാസം മനുഷ്യാത്മാക്കളിൽ ജ്വലിക്കുവാൻ. 2, കുടുംബങ്ങളുടെ വീണ്ടെടുപ്പ്. 3, സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. മറ്റേത് നാളുകളേക്കാളുപരി കണ്ണുനീരോടെ കർത്താവിൻ്റെ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട നാളുകളാണ്. സഭയ്ക്ക് വേണ്ടി നമ്മൾ പരിഹാരം ചെയ്ത് സഭയിൽ സമാധാനമുണ്ടാകാൻ, സഭയിൽ ഐക്യമുണ്ടാകാൻ, സഭയിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ പ്രവർത്തനങ്ങൾ വെളിപ്പെടാൻ, ഒരു പുതിയ പെന്തക്കോസ്തയ്ക്ക് വേണ്ടി, ഒരു നവമായ പെന്തക്കോസ്തയ്ക്ക് വേണ്ടി. സഹോദരങ്ങളെ, നമ്മുടെ സഭയ്ക്ക് വേണ്ടി കണ്ണീരോടെ കരങ്ങൾ ഉയർത്ത്. നമ്മുടെ കുടുംബത്തിന്, നമ്മുടെ മക്കള്, എൻ്റെ ജോലി, എൻ്റെ ബിസിനസ്, എൻ്റെ ആരോഗ്യം, എൻ്റെ മോള് അവളുടെ MBBS അഡ്മിഷൻ, എൻ്റെ മകൻ എഞ്ചിനീയറിംഗ് അഡ്മിഷൻ, എൻ്റെ ഇതിനൊന്നും വേണ്ടി പ്രാർത്ഥിക്കണം എന്നല്ല പറയുന്നത്. കർത്താവിൻ്റെ മനസ്സ് മുഴുവൻ തന്നെ സഭയിലാണ് കിടക്കുന്നത്. നമ്മൾ സഭയ്ക്ക് വേണ്ടി കണ്ണീരോടെ കരങ്ങൾ ഉയർത്തുമ്പോൾ നമ്മുടെ ആവശ്യങ്ങളിൽ കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. നമ്മുടെ ആവശ്യങ്ങൾ നമ്മോട് കർത്താവ് ചേർത്ത് തരും. സഹോദരങ്ങളെ, നമ്മുടെ ചില മനോഭാവങ്ങൾ മാറ്റണം. വിശ്വാസം വളരുവാൻ, കുടുംബങ്ങൾ വീണ്ടെടുക്കപ്പെടുവാൻ, സഭ നവീകരിക്കപ്പെടുവാൻ, സഭയിൽ വലിയ റിവൈവൽ ഉണ്ടാകാൻ നമ്മൾ തീഷ്ണതയോടെ പ്രാർത്ഥിക്കുക. ഇത് കർത്താവിൻ്റെ മനസ്സാണ്. വചനം പറയുന്നു, എല്ലാറ്റിൻ്റെയും അവസാനം സമീപിച്ചിരിക്കുന്നു. ആകയാൽ നിങ്ങൾ സമചിത്തരും പ്രാർത്ഥനയിൽ ജാഗരൂകരുമായിരിക്കും. വാച്ച് ആൻഡ് പ്രേ. ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ ശുശ്രൂഷയോട് നമുക്ക് നന്ദി പറയാം. ഷെക്കേന അമേരിക്കാസിൻ്റെ പ്രവർത്തനങ്ങൾ, നിങ്ങൾ ഇതിനൊക്കെ വേണ്ടി പ്രാർത്ഥിക്കണം. കഴിയുന്നത് പോലെ ഈ ചാനൽ നിങ്ങൾ അനേകർക്ക്
നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം. ഇതിൻ്റെ ലിങ്കുകൾ ഷെയർ ചെയ്ത് കൊടുക്കണം. ഇതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്ന കർത്താവിൻ്റെ പ്രിയപ്പെട്ട ജീവിതങ്ങൾ, അവർക്ക് അവരുടെ കഷ്ടപ്പാടും അവരുടെ കൊച്ചു കൊച്ചു അധ്വാനങ്ങളൊക്കെ ഇതിൻ്റെ പുറകിലുണ്ട്. നിങ്ങൾ അവരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുക. നിങ്ങൾ ഈ ശുശ്രൂഷകളെ സപ്പോർട്ട് ചെയ്യുക. വ്യക്തിപരമായ നമ്മുടെ നിയോഗങ്ങളെയും നമ്മുടെ കുടുംബത്തിലെ സകലാവശ്യങ്ങളെയും നമ്മെ ഓരോരുത്തരെയും ദിനം തോറും നമ്മുടെ കർത്താവ് അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ. ആമേൻ.